ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം അയൺ ഡോമിനെ നോക്കി അത്ഭുതപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കവചത്തെയാണ് ലോകം അത്ഭുതത്തോടെയും വിസ്മയത്തോടെയും വീക്ഷിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല ഈ വിജയം. കുറേ വർഷങ്ങളുടെ റിസർച്ചുകളും പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമായി തന്ത്രപ്രധാന മേഖലകൾക്ക് കാവൽ ഒരുക്കുന്ന തദ്ദേശീയ ആകാശ് മിസൈലുകൾ 2017 ഇസ്രായേലിൽ നിന്ന് സ്വന്തമാക്കിയ മിസൈൽ ബരാഖ് 8 MR സർഫസ് ടു എയർ മിസൈലുകൾ, 2018 റഷ്യയിൽ നിന്ന് സ്വന്തമാക്കിയ S-400 സുദർശൻ ചക്ര എയർ ഡിഫൻസ് സിസ്റ്റം, പിന്നീട് 2024 ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ വിന്യസിക്കപ്പെട്ട DRDOയുടെ ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങൾ. ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ഒരു ഉരുക്ക് കോട്ട പോലെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ മുന്നേറ്റം പ്രതിരോധത്തിൽ മാത്രമല്ല. ഇന്ത്യയിൽ നിർമ്മിച്ച കാമിക്കാസെ ഡ്രോണുകൾ പാകിസ്ഥാനിൽ പലയിടങ്ങളിലും സൂക്ഷ്മതയോടെ പ്രകരമേൽപ്പിച്ചു. ഇസ്രായേലിന്റെ ഹരോപ്പ് ഡ്രോണുകൾ ലാഹോറിൽ വൻ നാശനഷ്ടം വരുത്തി. അതിന് പിന്നാലെ റാഫേൽ സൈനിക വിമാനങ്ങളുടെ ആക്രമണവും, പിന്നാലെ ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഹാമർ മിസൈലുകൾ എന്നിവയെല്ലാം ആകാശമാർഗം കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രകരമേൽപ്പിച്ചു.